അല്ല, ഞാൻ പറഞ്ഞതല്ല, നിങ്ങളെപ്പോലെയുള്ള വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് മെല്ലെ സഞ്ചരിക്കുന്നതിലെ വിഷമം ഞാനൊന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. കണ്ടതിനെ ഞാൻ ന്യായീകരിക്കുകയോ തള്ളിക്കളയുന്നില്ല. മാധ്യമങ്ങളിൽ പുറത്തുവിട്ടതിന് ശേഷമാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പോലും വിവരം അറിഞ്ഞത്. അതൊക്കെ നിങ്ങൾ പറയണതല്ലേ, നിങ്ങളുടെ അവകാശബോധമല്ലേ? അവകാശബോധമാണത്. സർക്കാർ എന്തറിഞ്ഞില്ല എന്നുള്ളതൊക്കെ സർക്കാരിൻ്റെ കാര്യമാണ്. നിങ്ങളിപ്പോൾ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ നിങ്ങളിപ്പോൾ അറിഞ്ഞതിന് നിങ്ങൾ നേരം വൈകി അറിഞ്ഞതിൻ്റെ ന്യായീകരണം സർക്കാരിൻ്റെ തലയ്ക്ക് ഇടുന്നു. അല്ല, പാർട്ടിയുടെ മുന്നിലേക്ക് വിഷയം വരുമ്പോൾ പാർട്ടി ചർച്ച ചെയ്ത് ഞങ്ങളിപ്പോൾ നിങ്ങൾ ഇന്നലെ നിങ്ങൾ ഈ വിവരം പറയുന്നത്. ബാക്കി ഇപ്പോൾ ഗവൺമെൻറ് ആണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണ നിർവഹണം നടത്തുന്നത് ഗവൺമെൻറ്റാണ്. പാർട്ടി നയരൂപീകരണമാണ് നടത്തുക. പാർട്ടിയുടെ നയങ്ങൾ ഗവൺമെൻറ് പ്രവർത്തിക്കുക. ഇതൊക്കെ ദൈനംദിന ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് നയരൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഏത് സംസ്ഥാന സെക്രട്ടറി പറയുന്നത് എന്താ? സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഗവൺമെൻറ്റാണ് ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത്. അല്ല, പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല. ഇത് പാർട്ടിയും ഗവൺമെൻറ്റും എന്നത് പാർട്ടി സഖാക്കൾ ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ പാർട്ടി നയം നടപ്പിലാക്കും. പാർട്ടി ദൈനംദിന ഗവൺമെൻറ് ഭരണം നിർവഹിക്കുകയല്ല ചെയ്യുന്നത്. അതാണ് ഗവർണർമാർ പറഞ്ഞത്. നിങ്ങൾക്കത് മനസ്സിലാക്കാത്ത പാർട്ടിയുടെ നയമാണോ എന്നതാണ് ചോദ്യം. ഏത് ഈ RSS നേതാക്കളുമായി ആളുകൾ ആളെ കാണുന്നതല്ല പാർട്ടി നയം രൂപീകരിക്കുക എന്നുള്ളത്. പാർട്ടിക്ക് RSSഉം BJP ആയിട്ടൊരു ബന്ധപ്പെട്ടൊരു നയമുണ്ട്. ഞങ്ങൾക്ക് CPIMൻ്റെ വ്യക്തതയുള്ള ഒരു നയമാണത്. അത് ഈ സമൂഹം അംഗീകരിച്ച നയമാണ്. ആ നയമാണ് പാർട്ടിയും ഗവൺമെൻറ്റും നടപ്പിലാക്കുക. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല, ഇല്ലതാനും. പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ BJPക്കാരനെ നേതാക്കന്മാരെ RSS നേതാക്കന്മാരെ കാണുകയുണ്ടായി എന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഗവൺമെൻറ് അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുമ്പോൾ പുറത്തു വരികയും ചെയ്യും. പക്ഷേ നിങ്ങൾ പറയണത് എന്താ? ഈ CPMന് പിന്നെന്താണ് BJPയോട് അന്തർധാര ഉണ്ടാക്കാൻ ഒരു പോലീസുകാരനെ ഉപയോഗിച്ചു എന്ന സത്യത്തിൽ ഒരു കേവല ബുദ്ധിയുള്ള ആൾക്കത് വിശ്വസിക്കില്ല. നിങ്ങൾക്കെല്ലാം കേവല ബുദ്ധി ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ വെച്ചാൽ അതിബുദ്ധിമാന്മാരാണ്. എൻ്റെ വലിയ സംശയം അതാണ്. ഇത്ര ബുദ്ധിമാന്മാരായ നമ്മുടെ പത്രക്കാർ CPM എന്ന് പറയുന്നൊരു പാർട്ടി പോലീസുകാരെ ഉപയോഗിച്ചിട്ടാണ് രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത്, രാഷ്ട്രീയ ചർച്ച നടത്തുന്നത് എന്ന് വിശ്വസിച്ചല്ലോ എന്നുള്ള നിങ്ങളുടെ നിഷ്കളങ്കതേനെയാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. ഇത്ര നല്ല മനുഷ്യർ, ഇത്ര നിഷ്കളങ്കന്മാർ, എന്തൊരു നല്ല ആൾക്കാരാണ് നിങ്ങൾ എന്നുള്ളതാണ് എന്നെ അലട്ടല്ല. എനിക്ക് നിങ്ങളുടെ ആ വിഷമം, ആ നെന്മയിൽ ഞാൻ അത്ഭുതപ്പെട്ടു. അൻവർ ഒരു സ്വതന്ത്രനല്ലേ? അയാൾ ചില സ്വതന്ത്രമായി പറയാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവും. അല്ല സഖാവ്, അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിയാണ് ഭരിക്കുന്നത്. അപ്പോൾ പാർട്ടിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തം. ഒരു പാർട്ടി ഭരിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തുള്ള ക്രമസമാധാന ADGP ഇത്തരത്തിൽ നിർവഹിക്കുമ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ്. പാർട്ടിക്ക് അതിനകത്തൊരു ADGP ഒരു കർശനമായ നിലപാടെടുത്തൂടെ പാർട്ടിക്ക്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു ADGP 16 മാസം മുമ്പ് ഒരാളെ കണ്ടു എന്നുള്ളതാണ്, ഒരു RSSകാരെ കണ്ടു എന്നാണ് ഇപ്പോൾ നമ്മുടെ വാർത്ത വന്നിരിക്കുന്നത്. 16 മാസം മുമ്പ് ആ സംഭവം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഗവൺമെൻറ് പരിശോധിക്കുമല്ലോ. ഗവൺമെൻറ് പിന്നെ ഈ ഒരു കാര്യത്തൊന്നും പരിശോധിക്കാതെ നിശബ്ദരായിട്ട് അങ്ങനെ ആവില്ലല്ലോ ഗവൺമെൻറ് അതിൻ്റെ ഗുരുലഘുത്വ കാര്യപരമായ ഭരണപരമായ കാര്യങ്ങളിൽ അവർ പരിശോധിക്കും. CPI ഒരു പാർട്ടിയല്ലേ, ഒരു അഭിപ്രായം പറയില്ലേ? അല്ല, അവരഭിപ്രായം പറയണല്ലോ. CPI ഒരു ബഹുമാനിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. നല്ല നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ജീവിതത്തിൽ അംഗീകാരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPI. അവരുടെ അഭിപ്രായം പറയില്ലേ? സ്വാഭാവികമല്ലേ? അല്ല, ഞങ്ങളുടെ നിലപാടിന്റെ ഞങ്ങളെ കഴിവുകേട് നിങ്ങൾ പറയരുത്. നിങ്ങൾ അത്ര ഞങ്ങളെ കഴിവില്ലാത്തവരാക്കരുത്. അതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാനതാ ചോദിക്കുന്നത്. സർക്കാർ അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നുള്ള നിങ്ങൾ അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇതിപ്പോൾ ഒരു വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാത്തിനും ഗൗരവമുണ്ട്. ഏത് വിഷയത്തിനും എപ്പോഴും ഗൗരവമുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് അറിയുന്ന ഒരു വിഷയം 16 മാസം പിള്ളേർ, അതിലൊക്കെ ഒരു വിഷയം ഗൗരവമുണ്ടാവും. ഏത് വിഷയത്തെയും അതിൻ്റെ ഗൗരവ ബുദ്ധിയോടുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകാര്യം ചെയ്യുക, ഗവൺമെൻറ് കൈകാര്യം ചെയ്യുക. ഇതൊന്നും ഒരു തർക്കമില്ല. വിഷയം എവിടെയാണ്? വിഷയം ഇപ്പം ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. വിഷയം എവിടെ വെച്ചാൽ നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ടേ ഈ ചെലവിൽ ഞങ്ങൾക്കെതിരായിട്ട് അങ്ങ് കാച്ചാം. അതാണ് നിങ്ങളുടെ ഒരു സ്വഭാവം. അത് നിങ്ങളുടെ നല്ല സ്വഭാവം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കളവുകൾ ഭംഗിയായി സൃഷ്ടിച്ച് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്ന ചുമതല
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടേതാണ്. ആ ചുമതല അവർ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണിത്. അതിന് മറ്റൊന്നും നിങ്ങൾക്കും ആഗ്രഹമില്ല. നിങ്ങളുടെ താല്പര്യം എന്താ? CPIM-നെതിരായിട്ടൊന്ന് തട്ടിക്കളയാം, ഒന്ന് തട്ടാം ഞങ്ങളെ. അതിന് വേണ്ടി നിങ്ങൾ അല്ല അത് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ എന്തിനാ ഈ തോക്കിൻ്റെ ഉള്ളിലേക്ക്? അല്ല, നല്ലതാണ്, ചോദ്യം ഇടക്കിടക്ക് ചോദിക്കണം. ഞാൻ പറയുമ്പോൾ തന്നെ ചോദിക്കണം, ഞാൻ നന്ദി രേഖപ്പെടുത്തണം. പക്ഷേ വസ്തുതകളുടെ പിൻബലം ഉണ്ടാവണം, ശരിയായിരിക്കണം. അത് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയില്ല, അതാണ് പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏത് വിഷയത്തെയും അതിൻ്റെ ഗൗരവബുദ്ധിയോടുകൂടിയാണ് ചർച്ച ചെയ്യുന്നത്. അത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എല്ലാം നിങ്ങളോട് ചർച്ച ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കും വേണ്ട. LDF-ന്റെ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അങ്ങയോടൊപ്പം മത്സരിച്ചിരുന്ന സുനിൽകുമാർ തന്നെ പറയുന്നത് ഈ പൂരം കലക്കിയ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഈ കൂടിക്കാഴ്ച. അപ്പോൾ 16 മാസമായി എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ കഴിയുമോ? പരിശോധിക്കപ്പെടണ്ടേ? ചോദ്യം തെറ്റിപ്പോയി നിങ്ങളുടേത്. എന്താ വെച്ചാൽ ആ സമയത്തല്ല ഇത്. അത് മനസ്സിലായില്ല ഇതുവരെ. പൂരം ഇക്തബറിൻ്റെ പ്രശ്നം ഇക്കൊല്ലാണ്, ആളെ കണ്ടത് കഴിഞ്ഞൊല്ലാണ്. നിങ്ങളിങ്ങനെ ചോദിക്കരുത്. അല്ല ഇതെങ്ങനെ ഇങ്ങനെ പറ. അല്ല, നിങ്ങൾ വീണിടത്ത് ഉരുളരുത്. അല്ല, അത് പത്രക്കാർ നല്ല ആൾക്കാരാണ്. നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ വീണയിൽ തെറ്റില്ല, വീണ്ടും ഉരുണ്ടേക്കരുത് കേട്ടോ. RSS നേതാവിനെ കണ്ടതിൽ പാർട്ടിയുടെ നിലപാടെന്താണ്? അത് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? ഒരാളെ കണ്ടാൽ അത് ഞങ്ങൾ നിയോഗിച്ച് കണ്ട ആളല്ലല്ലോ. ഇല്ല, അയാൾ ADGP ഇത്രയും കാലം മുമ്പ് കണ്ടു നിങ്ങൾ പറയുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കട്ടെ എന്ന്. ഗവൺമെന്റ് അത് പരിശോധിച്ചോളൂ, അതിൽ നിങ്ങൾ വിഷമിക്കണ്ട. അല്ല, ഗവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പാർട്ടി പരിശോധിക്കുന്നതാണ്. ഗവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞാൽ ഗവൺമെന്റിലെ പാർട്ടി സഖാക്കളിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഞങ്ങളുടെ പാർട്ടിയല്ലേ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലേ? നിങ്ങളുടെ പരിപാടി എന്താ അറിയോ? നിങ്ങളുടെ പരിപാടി ഇങ്ങനെ കലക്കലാണ്. അതിന് നിങ്ങൾ ഞങ്ങൾ കൂട്ടാക്കരുത്. പിന്നല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, പിണറായി വിജയൻ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ല എന്നറിയാത്തവരാണോ കേരളത്തിലെ പത്രപ്രവർത്തകർ? നിങ്ങൾ അത് വ്യക്താക്കും ആദ്യം. നിങ്ങൾ വ്യക്താക്കണ്ട. ഞാൻ പറയാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം നല്ല നിലയിലാണ് പാർട്ടി സെക്രട്ടറി ആയത്. അദ്ദേഹം നല്ല നിലയിലാണ് ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളെ വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ച് ആവശ്യവും യുക്തവുമായ നടപടികളെടുക്കാനുള്ള പ്രാപ്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നിർത്തണം. ഇപ്പോഴും ക്രമസമാധാന ചുമതല തുടരുകയാണ്. അതൊക്കെ അല്ല, നിങ്ങൾ രാവിലെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞു, വൈകുന്നേരം ആയപ്പോഴേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാര്യം അങ്ങനെ ഒരു സംഭവം ആർക്കും സംഭവിക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം വൈകുന്നേരം നിങ്ങൾ 16 മാസം മുമ്പ് പറഞ്ഞോ? അല്ല, പറയാത്ത ആള് അല്ല. നിങ്ങൾ ഇങ്ങനെ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തത് ശരിയാണോ? ഇത് അമ്മേനെ തല്ലിയത് ശരിയാണോ എന്ന് ചോദിക്കുന്ന പോലെ പരിപാടിക്ക് നിൽക്കരുതില്ല. ഞങ്ങളോട് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. ഗവൺമെന്റിന്റെ മുന്നിൽ ഈ പ്രശ്നം വന്നാൽ യുക്തമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും എടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിയും. കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായാലും ഭരണപരമായാലും ഏതെങ്കിലും തെറ്റുകൾക്ക് കൂട്ടുവെക്കുന്ന ആളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. കേരളത്തിലെ മുതിർന്ന MP BJP-യിൽ ചേരാൻ ചർച്ച നടത്തിയെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട വാർത്ത. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് MP BJP-യിൽ ചേരാനായി ചർച്ച നടത്തി. എന്താണ് അങ്ങയുടെ? അത് അത്ഭുതകരമായൊരു കാര്യമല്ല. കേരളത്തിലെ BJP-യിലേക്ക് എത്ര കോൺഗ്രസ് നേതാക്കന്മാർ? തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞില്ലേ? ആ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? പൂരം കലക്കണതിന് പത്മജ BJP ചേർന്നില്ലേ? പൂരം കലക്കിയ കേസല്ലേ ഇവർക്കുള്ളൂ. പത്മജ അപ്പോൾ BJP ചേർന്നില്ലേ? തെരഞ്ഞെടുപ്പ് തൊട്ടുമ്പല്ലേ? കരുണാകരൻ്റെ തൃശ്ശൂരിലെ വീട്ടിൽ RSS കയറിയില്ലേ? അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും വലിയ മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിച്ച ആളല്ലേ? അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വരുന്ന ഏത് പ്രശ്നത്തിലും പരിശോധിക്കും, കൃത്യതയുള്ള നിലപാടുകൾ സ്വീകരിക്കും. ഏതെങ്കിലും തരം വർഗീയ ശക്തികളോടൊന്നും ഞങ്ങൾ കൂട്ടുകൂടില്ല. അത് ഞങ്ങളുടെ ചരിത്രത്തിലുമില്ല. പിന്നെ ഇപ്പോൾ നിങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കും, പ്രതിപക്ഷം ചെയ്യും, അതിൽ തെറ്റില്ല. അത് നിങ്ങളുടെ ജോലിയാണ്. അത് നിങ്ങൾ തുടരുക. ഞങ്ങളുടെ ശരിയായ നിലപാടുകളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് മതി.